എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മൂസ ആൻഡ് അസിസ്റ്റൻസ് അവരാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു സ്പെഷ്യൽ ബോൾ വെച്ച് ആ ഡീമൺ ലേഡിയുടെ വീട് അത് അറഞ്ചം പുറഞ്ഞ് തകർക്കുകയാണ്. ആ ഡീമൺ ലേഡി ആണെങ്കിൽ അവളുടെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് ഒരു സീല് ക്രിയേറ്റ് ചെയ്താണ് ആരും കാണാതെ ഇൻവിസിബിളായി ഇത്രയും കാലവും ആ വീട് കൊണ്ടുവന്നത്. മൂസ ആൻഡ് അസിസ്റ്റന്റ് അവളുടെ ബോൾ വെച്ച് അടിച്ചതുകൊണ്ട് തന്നെ ആ സീല് തകർന്ന് ഇപ്പൊ എല്ലാവർക്കും ആ വീട് കാണാനായിട്ട് കഴിയും. അപ്പോൾ മൂസാന്റെ മറ്റൊരു അസിസ്റ്റന്റ് ഇപ്പൊ അവളോട് പറയും, നീ ബോൾ വെച്ച് അറഞ്ചം പുറഞ്ചം അടിക്കല്ലേ, എന്റെ ബോഡി മുഴുവൻ ഡസ്റ്റ് ആവുകയാണ്, ഇതൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്തോടെ. അതിനവളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ആ ബോൾ വെച്ച് അറ്റാക്ക് ചെയ്ത് ബിൽഡിംഗ് തകർത്തോണ്ടേയിരിക്കും. അതിനുശേഷം അവളാണെങ്കിൽ ആ ബോൾ എടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. ആ ബോൾ തെറിച്ചു വന്ന് ആ പയ്യൻ ടീമിന്റെ തല അത് തകർത്ത് കളയും. ഹീറോ ആണെങ്കിൽ ആ ബോൾ ശ്രദ്ധിക്കും. അത് സിഗ്സാക്ക് ആയാണ് ഇപ്പൊ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. മൂസാന്റെ അസിസ്റ്റന്റ് ആ ലേഡി ഡീമൺ അവളാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കും, ആന ഫൂഡ് ഇയറിംഗ് ഇട്ട ആ ഒരു ഹ്യൂമൻ നിങ്ങളിൽ ആരാണ്? ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മൂസാനാണ് അവരെ പറഞ്ഞയച്ചതെന്ന്. ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി. അവരുടെ ലക്ഷ്യം അത് അവൻ തന്നെയാണ്. അവൻ ആ ലേഡി ഡീമനോട്, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും അവരോട് ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് നീങ്ങും. അതിനവളാണെങ്കിൽ ടെൻഷനാവും. ഞാനും ഒരു ഡീമനാണ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഹീറോ ആണെങ്കിൽ മറ്റൊന്നും പറയാതെ പുറത്തേക്ക് വന്ന് ആ വില്ലൻ ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറോയുടെ ചെവിയിലെ ആ ഇയറിങ് അത് കാണുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടും മൂസാൻ അന്വേഷിക്കുന്നവൻ അത് ഇവൻ തന്നെയാണെന്ന്. ഈ ഡീമൺ സ്ലെയറിന് വേണ്ടിയാണ് മൂസാൻ അറിഞ്ഞയച്ചതെന്ന് മനസ്സിലായ ആ രണ്ടുപേര് അവരാണെങ്കിൽ വീണ്ടും ആ ബോളൊക്കെ വെച്ച് ഇപ്പൊ ഹീറോയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരാണെങ്കിൽ ടാഞ്ചറായി ഫോക്കസ് ചെയ്ത് ആ ബോൾ കറക്റ്റായിട്ട് വലിച്ചെറിയാണ്. ടാഞ്ചറോ അവൻ ഞൊടിയിടയിൽ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ബോളിന്റെ നടുവിലേക്ക് അങ്ങനെ കുത്തി ഇറക്കുകയാണ്. പക്ഷെ അപ്പോഴും ആ വില്ലന്മാർക്കോ ആ ബോളിനോ ഒന്നും സംഭവിക്കുന്നില്ല. ആ ബോളാണെങ്കിൽ തനിയെ ഇപ്പൊ സ്ക്വാഡ് വിട്ട് തെറിച്ചു പോവാണ്. ഹീറോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ ഹീറോ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ആ പയ്യൻ, ആ ഡീമൻ പയ്യൻ, അവനാണെങ്കിൽ പതിയെ പതിയെ അവന്റെ തല റീജനറേറ്റ് ചെയ്ത് അടുപ്പിക്കുകയാണ്. അതിപ്പോ പതിയെ നോർമലാവും. അവൻ ദേഷ്യപ്പെട്ട് അവന്റെ ചേച്ചി ഡീമനോട് പറയും, നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ ഇതുപോലുള്ള ഡീമൺ സ്ലേയേഴ്സിനെ ഒന്നും ഇവിടേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്ന്. നിന്റെ ഈ പൊട്ട തീരുമാനം കാരണം ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് നമ്മളാണ്. നമ്മുടെ വീട് അവർ തകർത്തു. ഉറപ്പായാലും എത്രയും വേഗം ആ മൂസാൻ ഇനി നമ്മളെ കണ്ടുപിടിക്കും, നമ്മളെ അവൻ ഇല്ലാതാക്കും. ആ മൂസാൻ ഒരു ഡീമൺ കിങ് ആണ്. അവന്റെ അത്രയും പവറൊന്നും നമുക്കില്ല. അവനെ ചെറുത്ത് നിൽക്കാനോ തോൽപ്പിക്കാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ആകെ ടെൻഷനാവും. അതേസമയം തീർന്നു പോയ അവന്റെ തല മുഴുവൻ ഇപ്പൊ പഴയതുപോലെ തന്നെ നോർമലായി തീരുകയാണ്. ഇവിടെ ആ വില്ലത്തിയാണെങ്കിൽ ഹീറോയോട് പറയും, നീ എന്നെ കൊന്നാലും മൂസാന്റെ 12 കിസുകുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്, അവറ്റകൾ നിന്നെ കൊന്നു തിന്നും. ഹീറോയ്ക്ക് അവൾ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല. അതിനാ ഡീമൺ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും, ആ 12 പേര് മൂസാന്റെ തൊട്ടണ്ടറിൽ വരുന്നവരാണ്. അവര് മൂസാന് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടവരാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ മൂസാനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അവളങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആക്കി പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഇവിടെ ആ വില്ലത്ത് ഡീമൺ അവളിപ്പോ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് ആ കൈകളിലെല്ലാം കുറെ ബോൾസും കൊണ്ടുവരും. അവൾക്കാണെങ്കിൽ ഇപ്പൊ 6 കൈകളും 6 പന്തുകളും ഉണ്ട്. അവൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഹീറോയും അവന്റെ സ്പെഷ്യൽ സ്ക്വാഡൊക്കെ എടുത്ത് ചാടി നിൽക്കും. അവൾ ആ പന്തുകളെല്ലാം തന്നെ ഹീറോയ്ക്ക് നേരെ ഒച്ചറം പൊച്ചറം വലിച്ചെറിയും. ഹീറോ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് എടുത്തു ചാടി ആ പന്തുകളെല്ലാം വെട്ടിയെറിയും. പക്ഷേ അവൻ രണ്ടായിട്ട് വെട്ടിയ പന്തുകൾ പോലും ഇറങ്ങി തിരിഞ്ഞു വന്ന് ഇപ്പൊ ഹീറോയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആ പന്തുകളുടെ ആക്ഷൻ അത് കാണുമ്പോൾ തന്നെ പിടികിട്ടും, ഇതൊരു ഡീമന്റെ കളിയല്ല, മറിച്ച് ഒന്നിൽ കൂടുതൽ ഡീമൻസ് ഇതിന്റെ പിന്നിലുണ്ട്. ഹീറോ ആണെങ്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പന്തുകളെ തകർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പന്തുകളിൽ ഒന്നിനെ പോലും അവനെ കൊണ്ട് ഡിഫീറ്റ് ചെയ്യാനാവില്ല. ആ പന്തുകൾ അറഞ്ചം പുറഞ്ച് ഇടിച്ച് ഹീറോയുടെ ബോഡിയിൽ പരിക്കുകൾ പറ്റിക്കൊണ്ടേയിരിക്കും. ഉടനെ ആ ഡീമൺ പയ്യനാണെങ്കിൽ ഇപ്പൊ ഹീറോയെ സഹായിക്കും. അവന്റെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് ഒരു പ്രത്യേക സ്റ്റിക്കർ ഹീറോയുടെ തലയിൽ പതിപ്പിക്കും. അത് ഹീറോയുടെ നെറ്റിയിൽ പതിപ്പിക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ആ ബോൾസിന്റെ മുന്നിലായിട്ടുള്ള ആരോസ് കാണാൻ പറ്റും. ടാഞ്ചറോ ആണെങ്കിൽ ഇപ്പൊ ആ ബോളിന് മുൻപിലുള്ള ആരോ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യും. ആക്ച്വലി ആ ഒരു ആരോ ആണ് ബോൾസിനെ എല്ലാം സിഗ്സാഗ് ലെവലില് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് അതിന്റെ ടെക്നിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അവൻ ടസ്കോയെ പുറത്തേക്ക് വിളിക്കും. ഹീറോ ആണെങ്കിൽ അവൾക്ക് ആ മരത്തിന് മുകളിലുള്ള ഡീമനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നീ അവന്റെ കാര്യം നോക്ക്, ഇവളുടെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറഞ്ഞ് ആ വില്ലത്തെ ഡീമന്റെ അടുത്തേക്ക് ഹീറോ ചാടി വരികയാണ്. അവൾക്കാണെങ്കിൽ ഹീറോയെ കാണുമ്പോൾ തന്നെ അറിയാം
മോസാൻ ആഗ്രഹിച്ചത് ഇവന്റെ തല അത് വെട്ടിക്കൊണ്ട് വരാനാണെന്ന്. ഉറപ്പായിട്ടും എന്റെ മാസ്റ്ററിന് വേണ്ടി നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. അതിലൂടെ മാസ്റ്ററിന്റെ പ്രീതി ഞാൻ സമ്പാദിക്കും. മാസ്റ്ററിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റായി ഞാൻ മാറുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവളുടെ കയ്യിലുള്ള ബോൾസ് അത് വമ്പ ഫോഴ്സിൽ സിക്സാക് ലെവലില് നമ്മുടെ ചെക്കന് നേരെ വലിച്ചെറിയും. ആ ബോൾസ് എല്ലാം തന്നെ ഹീറോയെ ലക്ഷ്യമാക്കി വരികയാണ്. ആ ബോൾ വരെ ഹീറോ അങ്ങനെ സ്ക്വാഡ് എടുത്ത് തയ്യാറാവും. വാട്ടർ ബ്രേക്കിംഗ് 6 പവർ എടുത്ത് ഹീറോ അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ആ ബോൾസിന്റെ എല്ലാം ആരോസ് അതങ്ങനെ ഡിസപ്പിയർ ആവുകയാണ്. അവൻ എടുത്തു ചാടി ഇപ്പോൾ 6 ബോളുകളും വെട്ടിത്തെറിപ്പിക്കും. ബോളുകൾ മാത്രമല്ല, ആ ലേഡി ഡീമന്റെ കൈ പോലും അവൻ വെട്ടിയെറിയാണ്. ഹീറോ ആണെങ്കിൽ ടേൺ ചെയ്ത് അവളോട് ചോദിക്കും, ഇവളും മൂസാന്റെ ആ 12 ഡീമൻസിൽ ഒരാളാണോ? അതിന് അവൾ പറയും, അവൻ ചാൻസ് ഉണ്ട്, സോ അവളുടെ ബ്ലഡ് ലൈനും നീ കളക്ട് ചെയ്യണം. ഹീറോ വീണ്ടും ആ വില്ലത്ത് ഡീമന് നേരെ തിരിയും. അപ്പോഴേക്കും അവളുടെ അറ്റുപോയ കൈകള് അത് ഞൊടിയിടയിൽ റീജനറേറ്റ് ആവുകയാണ്. ഹീറോ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പവറുള്ള ഡീമൻസിനെ കാണുന്നത്. അവറ്റുകൾക്കാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ടാണ് അവരുടെ തകർന്നു പോയ ബോഡി പാർട്സ് റീജനറേറ്റ് ആവുക. മറ്റൊരു ഭാഗത്ത് ടസുക്കോ അവൾ ആ ഡീമനുമായിട്ട് നല്ല രീതിയിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ടസുക്കോ ഒരുപാട് നേരം കൂർക്കം വലിച്ചുറങ്ങിയോണ്ട് തന്നെ അവൾ വമ്പ ഫോഴ്സിലായിരിക്കും ആ ഡീമനുമായിട്ട് ഫൈറ്റ് ചെയ്യുക. ഫൈറ്റിന്റെ ഒടുവിൽ ആ ഡീമൻ ടസുക്കോയെ വലിച്ചെറിയും. ടസുക്കോ തെറിച്ചു വന്ന് ഇപ്പൊ ഹീറോയുടെ തൊട്ട് മുൻപിൽ വന്ന് വീഴുകയാണ്. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് 2 ധ്രുവങ്ങളിലുള്ള ആ ഡീമൻസിനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് നേരെ പാഞ്ഞടുക്കും. ഇത്തവണ ഹീറോ ആണെങ്കിൽ ആ വില്ലൻ ഡീമന്റെ അടുത്തേക്കായിരിക്കും പാഞ്ഞടുക്കുക. അവന് ആ ഓപ്പണിംഗ് ത്രെഡ് ഓപ്പണായി കിട്ടും. പക്ഷെ എന്താ, ആ ഒരു വില്ലൻ ഡീമൻ അവന്റെ ബ്ലഡ് ലൈൻ പവർ ഉപയോഗിച്ച് ഹീറോയെ തള്ളി തെറിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ത്രെഡ് ബ്രേക്കായി ഹീറോയ്ക്ക് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ആ വില്ലൻ ഡീമൻ ആണെങ്കിൽ അവന്റെ ആരോ പവർ അതുപയോഗിച്ച് ഇപ്പൊ ഹീറോയെ ഓരോ ധ്രുവങ്ങളിലേക്കും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ വില്ലത്തി ഡീമൻ അവളാണെങ്കിൽ ടസുക്കോയെ ബോൾ വെച്ച് അച്ചരം പൊച്ചറ അടിക്കും. അവളാണെങ്കിൽ ആ ബോൾ ലാഞ്ഞ് ചവിട്ടും. അത് കണ്ട ആ ലേഡി ഡീമനും അവളുടെ ബ്രദറും അവർ രണ്ടുപേരും നിലവിളിച്ച് പറയും, ടസുക്കോ അതിൽ ചവിട്ടാൻ പാടില്ല. അവരത് പറയുമ്പോഴേക്കും അവൾ ആ ബോളിൽ തട്ടി അവളുടെ കാൽ അറ്റുപോവാണ്. ഒരുപാട് ബ്ലഡൊക്കെ പോയി അവൾ അങ്ങനെ വീണ് കിടക്കും. അവളുടെ അവസ്ഥ കണ്ട് ആ ലേഡി ഡീമൻ അവൾ ഓടി വന്ന് ഒരു ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുക്കും. അതേസമയം ഹീറോ ആണെങ്കിൽ അടിച്ച പണി 18 നോക്കിയിട്ടും ആ ഒരു ആരോയെ തകർക്കാനായിട്ട് കഴിയില്ല. അവൻ സ്ക്വാഡ് വെച്ച് വെട്ടും, കൈകൊണ്ട് അതിന് തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് വിടാതെ ഹീറോയെ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഡീമൺ ആണെങ്കിൽ ആ ആരോ ഉപയോഗിച്ച് നമ്മുടെ ഹീറോയുടെ കൈ അതങ്ങനെ ചുറ്റി ഒടിക്കുകയാണ്. അതിന് ഹീറോ അവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടും. വില്ലൻ വീണ്ടും വിടാതെ ഒരുപാട് ആരോസ് അവന് നേരെ അയച്ചുകൊണ്ടേയിരിക്കും. ഹീറോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ചാടി ഓടി ആ വില്ലന് നേരെ വരികയാണ്. ഹീറോ വാട്ടർ ബ്രീത്തിന്റെ 6th ലെവൽ ഉപയോഗിച്ച് ആ ആരോസിന്റെ ഡയറക്ഷൻ തെറ്റിക്കും. അതിനുശേഷം 3rd ഫോം ഉപയോഗിച്ച് ആ വില്ലൻ ആരോ ഡീമന്റെ കഴുത്ത് അതങ്ങനെ വെട്ടിയെറിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.